അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. പ്രിയപ്പെട്ടവരെ, എന്റെ സ്നേഹമുള്ള കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കുടുംബം എന്നതാണ്. അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ നമ്മെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ചെറിയ ലോകമുണ്ട്. അതാണ് കുടുംബം. ഉമ്മ, ഉപ്പ, സഹോദരങ്ങൾ, വല്യുമ്മ, വല്യപ്പ ഇവരെല്ലാം ചേർന്നതാണ് നമ്മുടെ കുടുംബം. നല്ല കുടുംബം എന്നാൽ സന്തോഷവും സമാധാനവും ഉള്ളതാണ്. നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ സന്തോഷവും സമാധാനവും കിട്ടുന്നുവെങ്കിൽ ആ കുടുംബമാണ് നല്ല കുടുംബം. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് സമാധാനത്തിന്റെ ചിഹ്നമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോടും മക്കൾക്ക് മാതാപിതാക്കളോടും ചില ദൗത്യം നിർവഹിക്കേണ്ടതുണ്ട്. കുടുംബമാണ് നമ്മെ നല്ല വാക്കുകൾ പറയാനും മുതിർന്നവരെ ബഹുമാനിക്കാനും ചെറിയവരോട് കരുണ കാണിക്കാനും പഠിപ്പിക്കുന്നത്. 10 വയസ്സ് കഴിഞ്ഞാൽ അടിക്കുമെന്ന് പറഞ്ഞത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. അല്ലാത്ത ഏത് കാര്യത്തിലും സമാധാനത്തോടെയും സ്നേഹത്തോടെയുമാണ് പെരുമാറേണ്ടത്. സമൂഹത്തിലേക്ക് നല്ല മക്കളെ വാർത്തെടുക്കാൻ ഓരോ രക്ഷിതാവിനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മക്കൾക്ക് മാതാപിതാക്കളോടും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തന്റെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി. തന്റെ മാതാപിതാക്കളുടെ കോപത്തിനാണ് അല്ലാഹുവിന്റെ കോപം. തന്റെ മാതാപിതാക്കൾ ഏത് തരത്തിലുള്ള ആളായാലും അവരെ പരിപാലിക്കണമെന്നും അവരോട് കാരുണ്യത്തോടെ പെരുമാറണമെന്നും അവരോട് ചേ എന്ന വാക്ക് പോലും പറയരുത് എന്നും നമ്മെ പഠിപ്പിച്ചു. വാർദ്ധക്യമായ മാതാപിതാക്കളെ തള്ളക്കോയി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനുള്ളിൽ സംരക്ഷിക്കുന്നു നിർത്തുന്നത് പോലെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് മേൽ വിരിച്ചു കൊടുക്കണമെന്നും അല്ലാഹു പറയുന്നു. തന്റെ മാതാപിതാക്കളെ പറ്റി പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ നിർത്തുന്നു. വാഹിദ് ദൗവാന അൽഹംദുലില്ലാഹി